എന്തായി കഴിഞ്ഞോ? ശരിയാട്ടോ. ഇതിപ്പോ ഒന്നും കഴിയില്ല, ഇത് രാവിലെ തുടങ്ങിയതാ. ആണോ? രാവിലെ എത്ര മണിക്ക്? രാവിലെ ഒരു 3 മണിക്ക്. ഈ ചെറിയ പൂക്കളിടാൻ എത്ര സമയം? എന്താണ് ആദ്യം ഒരു റൗണ്ട് ഇടും, പിന്നെ അത് പോരാതെ ആകുമ്പോ അതങ്ങ് മൊത്തം മാറ്റി പിന്നെയും മൊത്തം ക്രെയിനൊക്കെ വിളിച്ച് മൊത്തം. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്ക് പൂക്കളിട്ട് തീരുവടാ? വൈകുന്നേരം ആവുമ്പോ തീരലുണ്ടാവൂല. നൈറ്റേ തീരുള്ളൂ. നൈറ്റേ തീരുള്ളൂ അല്ലേ? വൈകുന്നേരം ആവുമ്പോ തീരലുണ്ടാവൂല. ഇതിന്റെ ഇടയിൽ കൂടി എക്സാം നടക്കുന്നുണ്ട്. വൈകുന്നേരം ആവുമ്പോ അഥവാ തീർന്നാലും ഇത് പൊളിച്ചിട്ട് വേറെ ഉണ്ടാക്കും. അതല്ല, ഇതിന്റെ നാളെ എക്സാം ഉണ്ട്, പഠിക്കാനുള്ള ടൈം കണ്ടെത്തണം. വൈകുന്നേരം വരെ പൂട്ട് ഒരു ഐഡിയ ആണോ എന്ന് സംശയമില്ലാകല്ലേ? പഠിക്കാൻ പഠിച്ചിട്ടേ വൈകുന്നേരം വരെ പൂട്ട് നിൽക്കാതെ. ഇപ്പൊ പഠിക്കാൻ പഠിച്ചിട്ട് വൈകുന്നേരം വരെ പൂട്ടിരിക്കുക, അതാ പിന്നെ പഠിക്കണ്ടല്ലോ. ഏടാ വിളവാ അതിയേ, ഞാൻ പരിപാടി നിർത്തിയ മതി പൂട്ട്. ചെടി നനയ്ക്കും, പിന്നെ പൂടും, പിന്നെ ചെടി നനയ്ക്കും. അതാ പൂടും ചെടി നനയ്ക്കും, പൂടും ചെടി നനയ്ക്കും. ഉടായിപ്പ രണ്ടെണ്ണം കൂടി. അല്ലൂസേ ടാട്ടറിന് പരീക്ഷയാണ്, പൂട്ട മതി എന്ന് പറയും. ഈ ടാട്ടന്റെ അല്ലേ അനിയത്തി, അപ്പൊ വലിയ ഇത് വരൂല, രണ്ടും കണക്കാ. രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം. അപ്പൊ അത്തം തുടങ്ങി ഇതാ ഇവിടെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വാങ്ങിയ പൂക്കളല്ല കേട്ടോ, ഒക്കെ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച പൂക്കളാണ്. പൂക്കളൊക്കെ കുറവാണ്, കടലാസ് പൂ വരെ ഇപ്പം ഇല്ല. അപ്പം എന്ത് ഞങ്ങളുള്ള പൂ വെച്ചിട്ട് ഇതാ ഇവിടെ ഗംഭീരമായ പൂക്കളാട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതെന്ത് പൂക്കളാണത്? ഇതാണ് ലവ് ഷേപ്പ് ഹാർട്ടോ. ഓ, ന്യൂ ജനറേഷൻ. അത് ശരിയാ. എടാ നീ അച്ഛനൊക്കെ ചോദിച്ചു നോക്ക്, പണ്ടത്തെ കാലത്തെ ഓണം എങ്ങനെയായിരുന്നു ചോദിച്ചു നോക്കേണ്ടി കേട്ടോ. ഇതൊന്നല്ല ഓണം. ഓണൊക്കെ മാറിപ്പോയടാ, കാലം മാറിയപ്പോ ഓണൊക്കെ മൊത്തം മാറിപ്പോയി. അന്നത്തെ കാലം എങ്ങനെയാ? അന്നത്തെ കാലം അച്ഛൻ പറഞ്ഞു തരും എങ്ങനെയായിരുന്നു അന്നത്തെ കാലം എന്നുള്ളത്. അച്ഛൻ കുഞ്ഞതായപ്പോ അച്ഛൻ പൂക്കളൊക്കെ ഇടുവോ? പൂക്കളിടും. ആദ്യം തുളസീൻ്റെ ഇല പറിക്കും, പിന്നെ തുമ്പപ്പൂ പറിക്കാൻ പോവും, പൂക്കൊട്ട കൈത്ത് തൂക്കിയിട്ട്. അങ്ങനെ പിന്നെ പല അതിരാണിപ്പൂ എന്ന് പറഞ്ഞ പൂവുണ്ട്, അരിപ്പൂ എന്ന് പറഞ്ഞ പൂവുണ്ട്. ഇതെല്ലാ പൂവും കൂടി പറിച്ചിട്ട് രാവിലെ അപ്പം അമ്മ എണീച്ചിട്ട് പിന്നെ കളം ഒക്കെ ഉണ്ടാക്കി ചാണം മെഴുകും. അത്തത്തിൻ്റെ അന്ന് പോലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചാണം മെഴുകിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ കൂടി, കുട്ടികളെല്ലാവരും പാടെ കൂടിയായിട്ട് പൂവിടും. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ പോയിട്ട് പൂപ്പാട്ടൊക്കെ പാടി. എന്ത് പാട്ടാ പാടുക? അത് ഇങ്ങനെ പൂവോ പൊലി എന്നുള്ള പാട്ടൊക്കെ ഞങ്ങൾ പാടല്. പൂവൊക്കെ പറിച്ചു. ഈ മനസ്സിലായോ? പൂക്കളം തന്നെ നല്ലൊരു രസമാണ്. അന്ന് പൂക്കളം നിറയെ പൂടണമെന്ന് അതിൻ്റെ കണക്ക്. ഇന്നിപ്പോൾ നമ്മളെങ്ങനെയല്ല, കടയിൽ പോവുക, നാളേക്കും മറ്റന്നാളേക്കും ഒക്കെ ഉള്ള പൂവ് ഇങ്ങനെ വാങ്ങുക, കൊണ്ടുവരിക, ഇടുക. ഇന്ന് അങ്ങനെ ആയിപ്പോയി. അപ്പൊ പഴയ കാലത്തെ ഓണൊക്കെ മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്ത് വലിയ കഥയാ. അതാണ് പണ്ടത്തെ ഓണം. അങ്ങനെ കഥ കേട്ട് കഴിഞ്ഞു. ഇത് ഇന്ന് കഴിയണം, അല്ലെങ്കിൽ പിന്നെ പണ്ടെന്താ, പണ്ട് ഓരോ ദിവസത്തെ പൂവ് ഓരോ ദിവസം പറിക്കണം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം പൂവ് എടുത്ത് വെച്ചിട്ട് 10 ദിവസം അത് തന്നെ ഇടണേ. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു പൂ ഇടുമ്പത്തേ ഇവരത് എടുത്ത് കളയുന്നു, ഓരോ ഷേപ്പിനാക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ഷേപ്പ് വേണം. അപ്പൊ അത്തത്തിന്റെ ചെറിയൊരു വിശേഷ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.